പ്രിയമുള്ള മലയാളി പ്രേക്ഷകരെ, ഞാൻ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഗാന്ധിജിയുടെ നീതിശാസ്ത്രം എന്ന ചാനൽ പരമ്പരയുടെ 7ാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. അതിനു മുമ്പ് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് GK ബാബുരാജ് പടപ്പക്കര. കൊല്ലം ജില്ലയിലെ കേരളത്തിലാണ് എൻ്റെ നാട്. ഞാൻ ഒരു മത്സ്യത്തൊഴിലാളിയായി ജീവിച്ചതുകൊണ്ട്, അത്തരമൊരു സാഹചര്യമായിരുന്നു എൻ്റെ ജീവിതം എന്നതുകൊണ്ട് തന്നെ എനിക്ക് കാര്യമായ വിദ്യാഭ്യാസമൊന്നും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ തെറ്റുകുറ്റങ്ങളൊക്കെ നിങ്ങൾ ക്ഷമിച്ച് എന്നോട് സഹകരിക്കണമെന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു, സത്യങ്ങൾ വിളിച്ചു പറയുന്നവരെ കൊല്ലുക എന്നത് ചില രാഷ്ട്രീയ പാർട്ടികളുടെ തത്വസംഹിതയാണ്. അങ്ങനെ ആർക്കെങ്കിലും എന്നെ കൊല്ലണമെങ്കിൽ തീർച്ചയായും അവർക്ക് കൊല്ലാം. പക്ഷേ അതിനു മുമ്പ് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. എന്നെ കൊല്ലുന്നവർ ബ്രിട്ടീഷുകാർ ചെയ്തതുപോലെ എൻ്റെ കഴുത്ത് വെട്ടിയെടുത്ത് ഒരു ടൗണിലോ ജില്ലയുടെ പ്രധാന ഭാഗത്തോ കെട്ടിത്തൂക്കിയിട്ട് അതിൻ്റെ താഴെ ഒരു ബോർഡും വയ്ക്കണം. ഞങ്ങൾ മാർക്സിസ്റ്റുകാർക്കെതിരെ ശബ്ദിക്കുന്നവൻ്റെ അനുഭവം ഇതാണെന്ന്. കാരണം താൻസീറാണി മുതൽ പഴശ്ശിരാജ വരെ 90 വർഷക്കാലം ബ്രിട്ടീഷുകാർ 10,000-കണക്കിന് പേരുടെ തല വെട്ടിയെടുക്കാതെയും അവരുടെ കബന്ധങ്ങൾ പ്രദർശിപ്പിച്ച് കാക്കയ്ക്കും കഴുകനും തീറ്റ കൊടുത്ത് ജനങ്ങളെ ഭയപ്പെടുത്തിയിട്ടും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് ഇന്ത്യയിൽ നീണാൽ വാഴാൻ സാധിച്ചുവോ? എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്വയം ചിന്തിച്ചു നോക്കണം. ഉത്തം സിംഗും പോട്ടെ, ഭഗത് സിംഗും സുഖദേവ് സിംഗും രാജഗുരുവും ഇൻക്ലാബ് വിളിച്ചുകൊണ്ടാണ് അവർ കഴുമരത്തിലേറിയത്. അതുപോലെ തന്നെ ആയിരക്കണക്കിന് 10,000-കണക്കിന് ലക്ഷങ്ങളെ ഭീഷണിപ്പെടുത്താൻ കഴിയാതെ അവരൊക്കെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് പാഞ്ഞെടുക്കുകയായിരുന്നു. ബ്രിട്ടീഷുകാരുടെ തോക്കിൻ മുന്നിലേക്കും അവരുടെ ജയിലറകളിലേക്കും. 1919 അമൃത്സറിലെ ലാഹോറിൽ 100 കണക്കിന് സ്വാതന്ത്ര്യ സമര സേനാനികളെ വെടിവെച്ച് കൊന്നത് കണ്ടു നിന്നൊരു ബാലൻ അവൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ചോരയിൽ കുതിർന്ന മൃതദേഹത്തിൽ കിടന്ന് കെട്ടിപ്പിടിച്ച് നിലവിളിക്കുന്നത് ഇന്ത്യൻ ജനതയുടെ കരളലിയിച്ചൊരു വാർത്തയായിരുന്നു, ഒരു പടമായിരുന്നു. പക്ഷേ പിൽക്കാലത്ത് ആ ബാലൻ ആ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ട മൈക്കൽ ഡയാറിനെ ലണ്ടനിൽ ചെന്ന് വെടിവെച്ച് കൊന്ന് തൂക്കിലേറിയ പാരമ്പര്യമാണ് ഇന്ത്യയുടെ പാരമ്പര്യം, ഭാരതത്തിൻ്റെ പാരമ്പര്യം. ആ പാരമ്പര്യം ഉൾക്കൊണ്ട് ജീവിക്കുന്നവനാണ് ഞാൻ. നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത്, ഈ തീരദേശാഭിമാനികളെല്ലാം ജീവൻ ബലിയർപ്പിച്ച് രക്തസാക്ഷികളായി നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് നിങ്ങൾ കുറച്ച് മുതലാളിമാർക്കും കുറച്ച് രാഷ്ട്രീയക്കാർക്കും പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയാണോ? പാവപ്പെട്ട ജനങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരി ഈ തീരദേശാഭിമാനികളുടെ പേരിൽ നിങ്ങളും നിങ്ങളുടെ മച്ചമ്പികളും, നിങ്ങൾ രാഷ്ട്രീയക്കാരും നിങ്ങളുടെ മക്കളും മച്ചമ്പികളുമൊക്കെ സപ്രപഞ്ചത്തിൽ വാഴാനാണോ ഈ തീരദേശാഭിമാനികൾ സ്വാതന്ത്ര്യം നേടിത്തന്നത്? അങ്ങനെ കരുതുന്ന രാഷ്ട്രീയക്കാരോട് ഞാൻ പറയുന്നത്, നിങ്ങൾ രാഷ്ട്രീയ വ്യവഹാരം നടത്തി പണം സമ്പാദിക്കാനുള്ള കുതന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന നേരം കൊണ്ട് രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒന്ന് ചിന്തിക്കാമോ? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? സ്വന്തം താല്പര്യങ്ങൾക്കും രാഷ്ട്രീയ അധികാരത്തിനും വേണ്ടി നടത്തുന്ന വാചക കസരത്തല്ലാതെ രാജ്യത്തിന് വേണ്ടിയോ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയോ ജനങ്ങൾക്ക് വേണ്ടിയോ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയോ ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ കേരളത്തിലുണ്ടോ? ഇന്ത്യയിലുണ്ടോ? ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം എന്നതിനപ്പുറം
എന്ത് രാഷ്ട്രീയമാണ് കേരളത്തിലും ഇന്ത്യയിലും നടക്കുന്നത്? ഒരു രാഷ്ട്രീയവും നടക്കുന്നില്ല. ഈയിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ നിന്ന് 2016 ഇറങ്ങിപ്പോകുമ്പോൾ 1000-ലധികം കോടി കടമുണ്ടായിരുന്ന KSEB ഇന്ന് 45,000 കോടി കടത്തിലെത്തിയിരിക്കുന്നു. ഈ പ്രതിപക്ഷ നേതാവിനോട് ഞാനെന്ന് പറയട്ടെ, മാർക്സിസ്റ്റ് പാർട്ടിയിൽ അഴിമതിയും സ്വജനപക്ഷപാതവും അധികാര ദുർവിനിയോഗവും പണസമ്പാദനവും ഒക്കെ തുടങ്ങിയിട്ട് വർഷങ്ങളെ ആയിട്ടുള്ളൂ. പക്ഷെ അതിനു മുമ്പ് കേരളത്തിലെ ആദ്യത്തെ അഴിമതിക്കാരനായ ഒരു മഹാൻ പണ്ട് കണ്ണൂരിൽ നിന്ന് കട്ടൻ ചായ പോലും കുടിക്കാൻ കാശില്ലാതെ കള്ളവണ്ടി കയറി തൃശ്ശൂരിലെത്തി തൊഴിലാളി യൂണിയനുകളിലൂടെ വളർന്ന് മുഖ്യമന്ത്രി പദത്തിൽ വരെ എത്തി രാഷ്ട്രീയ കുതിരക്കച്ചവടം നടത്തി സമ്പാദിച്ച കോടികൾ ഇന്ന് അദ്ദേഹത്തിന് 2 മക്കൾ വെച്ച് അനുഭവിക്കുന്നുണ്ട്. അതെത്ര കോടിയാണെന്ന് പ്രതിപക്ഷ നേതാവിനൊന്ന് വെളിപ്പെടുത്താമോ? അവർ മണ്ണിൽ പണിയെടുത്തോ എഞ്ചിനീയർ ഉദ്യോഗം നടത്തിയോ സമ്പാദിച്ചതല്ല. വെളുത്ത തൊലിപ്പുറത്ത് വെളുത്ത കതറിട്ട് രാഷ്ട്രീയ കുതിരക്കച്ചവടം നടത്തി സമ്പാദിച്ച ആ കോടികളുടെ കണക്ക് കൂടി പ്രതിപക്ഷ നേതാവെന്ന് വെളിപ്പെടുത്താമോ? കേരളം മുഴുവൻ അഴിമതിയും ധൂർത്തുമാണെന്ന് പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹത്തോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ അഴിമതിക്കാരും ധൂർത്തന്മാരുമല്ലേ? നിങ്ങൾ 2011 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൻ്റെ പൊതുകടം 78,000 കോടി രൂപയായിരുന്നു. നിങ്ങൾ 2016 അധികാരത്തിൽ നിറങ്ങിപ്പോകുമ്പോൾ അത് 1,57,000 കോടി രൂപയായി വർദ്ധിച്ചു. എന്ന് വെച്ചാൽ ഇരട്ടിയിലധികമായി വർദ്ധിച്ചു. ഇതെങ്ങനെ സംഭവിച്ചു? ഇന്ന് ആ കടം 3,4 ലക്ഷം കോടി രൂപയാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ പരസ്പരം പഴിചാരി ഭരിക്കുന്നവർ ആരോട് ചോദിച്ചിട്ടാണ് ഈ കടം വാങ്ങി ജനങ്ങളെയും അവരുടെ മക്കളെയും സന്തതി പരമ്പരകളെയും വിറ്റ് മുടിച്ച് ഈ പണം വാങ്ങി തൂർത്തടിച്ച് അഴിമതിയും നടത്തി നിങ്ങൾ സമ്പാദിച്ചു കൂട്ടുന്നത് ജനങ്ങളുടെ മേക്കിട്ട് കയറാനാണോ? ജനങ്ങളെ യാതൊരു വിലയും കൽപ്പിക്കാതെ അവന്മാരെ കൊണ്ട് പട്ടിണി ഇട്ടിച്ച് കന്നുകളെപ്പോലെ മാടുകളെപ്പോലെ പണിയെടുത്ത് അവർ കൊണ്ടുവരുന്ന പിച്ചച്ചട്ടി മുഴുവൻ പിടിച്ചു പറിക്കുന്ന നിങ്ങൾക്ക്, അതും ഇന്ത്യയിൽ ആദ്യമായി അഴിമതി ആരംഭിച്ച് അതിനെ വാനോളം വളർത്തിയെടുത്ത കോൺഗ്രസ്സുകാർക്ക് മറ്റുള്ളവരെ അഴിമതി എന്ന് പറഞ്ഞ് പരിഹസിക്കാൻ എങ്ങനെ തോന്നുന്നു? അവർക്കെങ്ങനെ നാണമുണ്ടോ? അന്തസ്സുണ്ടോ? അന്തസ്സുണ്ടെങ്കിൽ ചോദിക്കട്ടെ, നിങ്ങൾ ഏതെങ്കിലും ഒരു തരത്തിൽ ഈ കേരളത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞു, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ വർഷങ്ങളെ ആയിട്ടുള്ളൂ അധികാര ദുർവിനിയോഗവും അഴിമതിയും പണസമ്പാദനവും തുടങ്ങിയിട്ട്. പക്ഷേ അതിനു മുമ്പ് അവർ ഈ കേരളത്തിൻ്റെ സാംസ്കാരിക പുരോഗതിയെ മാറ്റിമറിച്ചവരാണ്. നവോത്ഥാനത്തിലൂടെ കേരളത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി അവർ യത്നിച്ച് കേരളത്തെ ഉഴുതുപറിച്ച് അവർ പുരോഗതി സൃഷ്ടിച്ചപ്പോൾ അതിനെതിരെ നിങ്ങൾ കരിങ്കാലിപ്പണി നടത്തി വർഗീയതയ്ക്ക് വേണ്ടി കൂട്ടുപിടിച്ച് കേരളത്തെ നശിപ്പിച്ചവരാണ് കോൺഗ്രസ്സുകാർ. അതിൻ്റെ ചരിത്രം ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാം. പ്രിയമുള്ളവരെ, ഈ വൻ നാശത്തിൽ നിന്ന് ഈ രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തെങ്കിലും രക്ഷിക്കാൻ നമ്മുടെ കേരളത്തിൽ ഈ രാജ്യത്ത് ഗാന്ധിയൻ സോഷ്യലിസം നടപ്പാക്കിയേ മതിയായൂ. അതിനുവേണ്ടി വലിയൊരു ജനകീയ കൂട്ടായ്മ ഉണ്ടാക്കുന്നതിനായി എൻ്റെ ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും എന്നോട് സഹകരിക്കണം. നമുക്ക് ഒരു മാറ്റത്തിന് വേണ്ടി, ഗാന്ധിയൻ സോഷ്യലിസത്തിന് വേണ്ടി ഒരു കൂട്ടായ്മ ഉണ്ടാക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തന്നുകൊണ്ട് നിങ്ങളെന്നോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ലാൽ സലാം സഖാക്കളെ, ലാൽ സലാം ജനങ്ങളെ.